മാമവ സദാ വരദേ മഹിഷാസുര സൂദനി അംബ 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 മാമവ സദാ വരദേ. നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീതജ്ഞ, ഗായിക, സംഗീത അധ്യാപിക ബി അരുന്ധതി എന്ന അരുന്ധതി ടീച്ചറാണ്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഓണമാണ്. ഓണം നല്ല ആഘോഷമാണ്, പക്ഷേ കുട്ടികൾ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഓണാഘോഷം പ്രമാണിച്ച് 3-4 പ്രോഗ്രാംസ്, ഇൻ്റർവ്യൂസ്, ഇങ്ങനെ മൊത്തം ഒരു ഓണത്തിൻ്റെ ഒരു ആഘോഷം എന്തായാലും നമ്മുടെ മനസ്സിലുണ്ട്. അതാണല്ലോ എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സമൃദ്ധിയും സന്തോഷവും അതൊക്കെയാണ്. അതെന്തായാലും ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ ഓണാഘോഷമുണ്ട്. അങ്ങനെ മൊത്തം എൻഗേജ്ഡാണ്. ഓണത്തിന് ശ്രീകാന്ത് വരുമോ? പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്കായിട്ട് പറയാം. ശ്രീകാന്ത് ഹരിഹരൻ എന്ന സൗത്ത് ഇന്ത്യയിലെ ശ്രദ്ധേയനായ ഗായകൻ, ടീച്ചറിൻ്റെ മകനാണ്. ഏറെപ്പേർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ചെന്നൈയിലാണ് പുള്ളി. അതെ, ചെന്നൈയിലാണ്. എ.ആർ. റഹ്മാൻ്റെ ഒക്കെ പ്രിയപ്പെട്ട ഗായകനാണെന്നാണ്. ഈ മകൻ്റെ പാട്ടിനെയൊക്കെ ടീച്ചർ വിലയിരുത്താറുണ്ടോ? ഏറ്റവും രസം എന്താ വെച്ചാൽ അവൻ ഒരു പ്രായം വരെ അവൻ പാടുന്ന ഞങ്ങൾ അറിഞ്ഞിരുന്നേ ഇല്ല. അവന് ചെറുതിലെ പാട്ടിനോട് പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും കാണിച്ചിരുന്നില്ല. മോളാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ ഉടനെ ചാടി കയറി ഞാൻ പാടുമെന്ന് പറയും എവിടെ പോയാലും. അവനെ പറ്റിയൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഒരു 6th സ്റ്റാൻഡേർഡിലോ എങ്ങാണ്ടോ മറ്റേ ഗന്ധർവ സംഗീതത്തിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ്ങിന് പോയപ്പോൾ ഞാനൊന്നും പോയിട്ടില്ല. ഒന്നിനും ഞാൻ പോകാറില്ല. പോയപ്പോഴാണ് ഒരു മുതിർന്ന ഒരു കുട്ടിയും ഇവനുമായിട്ടൊരു ടൈ വന്നു. അപ്പോൾ അതിന് ഹസ്ബൻഡ് അവൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നു. കൃഷ്ണ തുളസി കതിരുകൾ, ആ പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത്ര ടാലൻ്റ് ഉണ്ടോ ഇവന്. നല്ല ഭാവം അവൻ പാടിയ പാട്ട് അന്ന് തന്നെ. ഇപ്പോഴും നല്ല ഭാവം. അതെ, അല്ലാതെ ഒരു ഇൻഹറൻ്റായിട്ടുള്ള ഒരു ഇതാണ്, നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒന്നല്ല. അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം. അങ്ങനെ അപ്പോൾ പിന്നെ അതുപോലെ അവൻ 10th എങ്ങാണ്ടോ പഠിക്കുമ്പോഴത്തേക്കും അമൃതയുടെ ഒരു ഇതിൽ അവൻ അപ്ലൈ ചെയ്തൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നെ ആ സ്ക്രീനിങ്ങിന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ എന്നോട് ചോദിച്ചു, അപ്പോൾ അമ്മ സ്ക്രീനിങ്ങിനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. എന്നാൽ ഞാനില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ നീ? അപ്പോൾ ഇവർ ചേച്ചിയും അനിയനും കൂടെ ഈ മൊബൈലാണ് ഇവർ അയക്കേണ്ടത്, പാട്ടൊക്കെ പാടി അയക്കേണ്ടത്. അപ്പോൾ ഇവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോടത് പറയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അയച്ചിട്ടുണ്ട് സ്ക്രീനിങ്ങിന്. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ ഞാൻ പാടുന്നത് ചെയ്യും. ഞാൻ പറഞ്ഞു എടാ മണ്ട, ഞാനിരിക്കുന്നതിനേക്കാളും നീ പാടുന്നതല്ലേ എനിക്ക് സന്തോഷം. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു ഞാനില്ല, മോൻ പാടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ടീച്ചറെ ആ റൗണ്ടിൽ ടീച്ചർ ഇരിക്കേണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് വേറെ അങ്ങനെ മാറണ്ട, മോൻ പാടുമ്പോൾ വേണ്ട, ബാക്കിയുള്ളവർ നോക്കിക്കോട്ടെ. അങ്ങനെ അപ്പോൾ ഞാൻ ഗന്ധർവനിലെ ദേവാങ്കണങ്ങൾ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ തോന്നി നല്ലൊരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് അവന് ഭയങ്കര ഒരു പാഷൻ ഇതിലുണ്ടായത്. പ്രത്യേകിച്ചും പിന്നെ ഇന്ത്യൻ വോയിസ്, മഴവിൽ മനോരമയുടെ ഇന്ത്യൻ വോയിസിലും പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ അവൻ ആർക്കിടെക്റ്റ് പിന്നെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവൻ സീരിയസ് ആയിട്ട് പാട്ട് പഠിക്കലും പ്രാക്ടീസ് ചെയ്യലും, വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അങ്ങനെ ആനന്ദ് വൈദ്യനാഥൻ സാറിൻ്റെ ഒരു വോയിസ് ട്രെയിനിങ് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതിലൊക്കെ അവൻ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് അങ്ങനെ സ്വയം വോയിസ് ട്രെയിൻഡായിട്ട് അങ്ങനെ ഒരു തന്നെ വളർന്നു വന്ന ഒരിതാണ്. പക്ഷേ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ പാട്ടിന് നല്ലൊരു എക്സ്പ്രഷനുണ്ട്, പിന്നെ ഒരു വോയിസിനൊരു യുണീക്നെസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അത് എത്രത്തോളം മുമ്പോട്ട് പോകുന്നു എങ്ങനെയാണെന്നോ അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഒന്നാമത്
ആർക്കിടെക്ചർ കോഴ്സിന് ചേർന്നെങ്കിലും അതിനു മുമ്പ് അവന് ഈ ഓട്ടോമൊബൈൽ ഇതിൽ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് ചേരുന്നത് തന്നെയാണ് വിചാരിച്ചത്. എങ്ങനെയാണ് ഇങ്ങോട്ട് മാറിയെന്ന് നമുക്ക് തന്നെ അറിയില്ല. അല്ല അതല്ല ആർക്കിടെക്ചർ പിന്നെയാണ് അവിടെ നിന്ന് മാറിയത്. അപ്പോൾ ഈ ഇന്ത്യൻ വോയിസിൽ അതുമാതിരി സൂപ്പർ സിംഗറിലും ചേർന്നവർ അവന് ഫുള്ളി ഒരു മ്യൂസീഷ്യൻ ഇതായിട്ട് മാറി. ഞങ്ങൾക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അതായത് ഒരുപാട് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്, നമ്മുടെ ഒരു ലൈവ്ലിഹുഡ് വളരെ പ്രധാനമല്ലേ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ അവനങ്ങ് തീരുമാനിച്ചു ഉറച്ചു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതുവരെ നല്ല രീതിയിൽ പോകുന്നു. ടീച്ചർ 1982 തൊട്ട് ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചർ ഈ പറഞ്ഞതുപോലെ ആദ്യം പാടിയ പാട്ടുകളിലൊന്ന് അരികിലോ അകലെയോ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറിനോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഞാൻ മനസ്സിലിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. ഈ ടീച്ചർ ഈ പറഞ്ഞ സംഗീതത്തിൽ ഇപ്പോഴും ഉണ്ട്. ടീച്ചർ കച്ചേരികൾ പാടുന്നുണ്ട്, ആകാശവാണിയിൽ അവതരിപ്പിക്കുന്നുണ്ട്, അതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പിള്ളേരെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ആഴത്തിൽ. ടീച്ചർ അതിൽ ഗവേഷണം നടത്തി തന്നെ ടീച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാള ചലച്ചിത്ര സംഗീതം എന്ന് പറഞ്ഞാൽ ഈ ജനകീയതയുള്ള ആ ശാഖയിൽ ടീച്ചർ എപ്പോഴും അരികിലോ അകലെയോ എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതെ 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 അതെ. ടീച്ചർ അതിനെ എങ്ങനെ വിലയിരുത്തും? പക്ഷെ ഇവിടെ ഉണ്ട് ടീച്ചർ. അതെ, അതായത് ഫുള്ളി ആ സ്ട്രീമിൽ ഞാൻ പോയിട്ടില്ല. ഒന്നാമത് ആ തുടങ്ങുന്ന കാലത്തെ വീട്ടിൽ അച്ഛന് അത്രത്തോളം താല്പര്യമില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മളൊക്കെ അന്ന് ഒരു ഓർത്തഡോക്സ് സെറ്റപ്പിൽ വളർന്നതാണ്. അപ്പോൾ ശരിക്കും MG രാധാകൃഷ്ണനുമായിട്ടുള്ള ഒരു അടുപ്പം, അദ്ദേഹം എന്നെ അറിയുന്നതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ ബാലലോകം എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്, അതിന് ഇൻ്റർവ്യൂ ചെയ്തെടുത്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജയലക്ഷ്മി, ഞങ്ങൾ പോയി. അതുപോലെ ഈ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ഗ്രൂപ്പ് മ്യൂസിക്കിന് വേണ്ടി പഠിക്കാൻ പോയി. അപ്പോഴൊക്കെ പുള്ളി ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞു. ബാലലോകത്തിൽ ധാരാളം പ്രോഗ്രാംസ് ഞാനും ചിത്രയുമായിട്ടും ഞാൻ MG ശ്രീകുമാറുമായിട്ടും ഈ മ്യൂസിക്കൽ ഫീച്ചർ പോലെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാം. പിന്നെ ഓഡിഷൻ്റായി. അപ്പോൾ അദ്ദേഹം ആണ് താല്പര്യപൂർവ്വം ഈ നവംബറിൻ്റെ നഷ്ടം ഇതിനകത്ത് പാടിക്കാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പാടി. പക്ഷേ റെക്കോർഡിങ്ങൊക്കെ ഒരുപാട് പണ്ടത്തെ രീതി അങ്ങനെയാണല്ലോ, ഒരുപാട് ലേറ്റൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനുള്ള പേടിയെന്ന് വെച്ചാൽ അതൊക്കെ ഹൈ പിച്ചിൽ പാടേണ്ട പാട്ടുകളാണ്. അപ്പോൾ അച്ഛനൊക്കെ പ്യുവർ ക്ലാസിക്കൽ ഒരു സെറ്റപ്പ്, മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചതും അങ്ങനെ വന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ലേഡീസ് സാധാരണ ക്ലാസിക്കലൊക്കെ പാടുന്നത് ശ്രുതി താഴ്ത്തിയ, ജെൻസിൻ്റെ ശ്രുതിയല്ല, ഒരു 5-5.5 കട്ടയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പാടേണ്ട ഞാൻ ഇങ്ങനെ കിടന്ന് വിളിച്ചാൽ എൻ്റെ ശബ്ദം ഒന്നാമത് പോകും. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. അതൊന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിലിം ഫീൽഡെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരിതാണ്. അപ്പോൾ ഞാൻ അതിൽ പോകാൻ ആഗ്രഹിച്ച് മോഹിച്ച് പോയാൽ അച്ഛൻ്റെ ഇഷ്ടം നമുക്ക് പഠിച്ച് നല്ലൊരു ജോലിയായിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം, അതാണ് അച്ഛൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് ചാൻസ് വന്നപ്പോഴും അച്ഛൻ അതിന് വലിയ ഇത് കാണിച്ചില്ല. അപ്പോൾ എനിക്കും ആ വഴി അടഞ്ഞതാണെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ട് ഞാനും വലിയ ഇത് കാണിച്ചിരുന്നില്ല. എന്തോ ചോദിക്കാം. ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ചടി മാധ്യമത്തിൽ, ഇത് പത്രമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മാതൃഭൂമി മനോരമ ആയിരിക്കാം, അതിൽ എഴുതിയിരുന്നൊരു ലേഖനത്തിൽ, അതായത് ചിത്രയുടെ അച്ഛൻ, ചിത്രയുടെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം നടത്തിയൊരു ഡെഡിക്കേഷൻ ഉണ്ട്. സ്റ്റുഡിയോകൾ തോറും നടന്ന് ആ അച്ഛൻ്റെ ഡെഡിക്കേഷനാണ് ചിത്രയെ ഇന്നത്തെ വലിയ ചിത്രയാക്കിയത് എന്നുള്ളതായിരുന്നു ആ ലേഖനത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുമ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് അതിനകത്ത് തന്നെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അരുന്ധതി ടീച്ചറിന്റെ അച്ഛന് ഈ പറഞ്ഞ ക്ലാസിക്കൽ സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു. എക്സാക്ട്ലി അച്ഛന് ഡെഡിക്കേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അത് മൊത്തം ആ ക്ലാസിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ അച്ഛൻ വന്ന വഴിയും അച്ഛൻ അറിയുന്ന വഴിയും ഇതാകുമ്പോൾ അച്ഛൻ ആരെങ്കിലും കൊണ്ടുപോകണം. ഞാനും ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ചിത്രയുടെ അച്ഛൻ പോകുന്നത് മാതിരി എൻ്റെ അച്ഛന് നേരത്തെ താല്പര്യമില്ല. അപ്പോൾ അച്ഛൻ ക്ലൈൻറ്റിലുള്ള ക്ലാസിക്കൽ ആ ഒരു വാസന, ആ ടാലൻറ്റിനെ പുഷ്ടിപ്പെടുത്താൻ ഇനി അച്ഛൻ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഏറ്റവും രസമുള്ള കാര്യം, ചെറുതിലെ ഈ അറിയാലോ ARൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാലോ, ഒരാഴ്ചയിൽ 5 ദിവസം സംഗീത പാഠം ഉണ്ടായിരിക്കും. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസവും കർണാടക സംഗീതം, പിന്നെ വ്യാഴം വെള്ളി 2 ദിവസം ലളിതഗാനങ്ങൾ.
അപ്പോൾ ശരിക്കും ആ സമയത്ത് ഞാൻ ക്ലാസിക്കൽ സംഗീതം പഠിക്കാൻ ആ സമയത്ത് ബുക്കും പേനയും ഒക്കെ എടുക്കാൻ ഓർഡർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന റേഡിയോ സ്റ്റാൻഡാണ്. അപ്പോൾ അന്ന് ഇതുമാതിരി വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരു വലിയ റേഡിയോ മർഫിയോ അങ്ങനെയൊക്കെ ഫിലിപ്സൊക്കെ അറിയാലോ, അങ്ങനത്തെ റേഡിയോ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന ആ സിസ്റ്റം അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ ഹാളിലുണ്ടായിരിക്കും. അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളൊന്നും അങ്ങനെ കേൾക്കുന്ന പ്രശ്നമേ ഇല്ല. ന്യൂസ് അച്ഛന് എപ്പോഴും അവിടെ ഉണ്ടാവും. ന്യൂസ് അച്ഛന് കമ്പൽസറിയാണ്, ഡൽഹി ന്യൂസും പ്രാദേശിക വാർത്തകളുമൊക്കെ. അത് കഴിഞ്ഞ് ക്ലാസിക്കൽ ഒരുപാട് കച്ചേരികളൊക്കെ ഉണ്ടാവും, അത് കേൾക്കും. അച്ഛൻ പുറത്ത് പോകുന്ന സമയം നോക്കിയിട്ട് ഞാൻ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്ന് പഠിക്കും. അച്ഛൻ വന്ന ഉടനെ ഞാൻ ഓടി കയറിപ്പോവും. അതല്ല, അതായത് ലൈൻസൊക്കെ കുറച്ച് ഇങ്ങനെ പഴയ ഇതൊക്കെ കുറച്ച് റൊമാൻറ്റിക്, കുറച്ച് ഇറോട്ടിക് അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ അവരുടെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രായത്തിൽ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മാറിപ്പോകും. സത്യം പറഞ്ഞാൽ നമ്മൾ സാഹിത്യമേ നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ കാര്യം നമ്മൾ ചോദിച്ചാൽ അറിയാം, നമ്മൾ മൊത്തം അതിൻ്റെ ട്യൂണ് മ്യൂസിക്കിലാണ്. സാഹിത്യം ശ്രദ്ധിക്കാറില്ല, ചിലപ്പോൾ തെറ്റുപോലും പാടും, ചിലതിൻ്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മളങ്ങനെയല്ല. പക്ഷെ അവർക്ക് കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരണം എന്നുള്ളൊരു കൺസേൺ അച്ഛനൊക്കെ ഉള്ളത് കാരണം കൊണ്ട് മാത്രമാണ്. ട്രഡീഷണൽ ആയിരുന്നു എന്നുള്ള വസ്തുതയും കൂടെയാണ് ടീച്ചർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ക്ലാസിക്കൽ അതുപോലെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ ബുക്ക്, അത് അവിടെ ഒരു ബുക്കും ഇതിൻ്റെ അടുത്തൊരു ആണി, ചുമരിൽ ആണി തറച്ചിട്ട് ഒരു ബുക്കും പെൻസിൽ കൂടെ കെട്ടിത്തൂക്കിയിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ആ സമയത്ത് സാഹിത്യം പറയുമ്പോൾ ഞാനതിൽ എഴുതും, ലൈറ്റാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ സ്കൂളിലെ മലയാളം ടീച്ചറായിരുന്നു. അമ്മ അത് നോക്കിയിട്ട് അത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കറക്റ്റ് സാഹിത്യം ഇങ്ങനെ പറഞ്ഞുതരും. അടുത്ത ദിവസം വയ്ക്കുമ്പോൾ അമ്മ ശ്രദ്ധിച്ചത് കേട്ടിട്ട് അത് കറക്റ്റ് ചെയ്ത് അത് പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ സംഗീത സഭയിൽ കച്ചേരി ഉള്ളപ്പം സ്ഥിരം എന്നെ നിർബന്ധിക്ക് പോകാൻ നവരാത്രി മണ്ഡപത്തിൽ അന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഒരു സ്ട്രീറ്റിലാണ്, ശ്രീകണ്ഠേശ്വരത്ത്. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ ഇങ്ങനെ നവരാത്രി മണ്ഡപത്തിൽ തൊഴാനും പാട്ട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം ആകുമ്പം അന്ന് ഞാൻ എപ്പോഴും പറയും, അതായത് ഇത് പറയുമല്ലോ, 10,000 പേരും എന്താണ് ചക്കി കുത്തും, അമ്മ വെക്കും, ഞാൻ തിന്നും. അപ്പോൾ റെസ്പോൺസിബിലിറ്റിയേ ഇല്ല, എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വന്ന് കുളിച്ച് അവിടെ പോയിട്ട് കച്ചേരിയൊക്കെ കേൾക്കും. രാത്രി അച്ഛൻ വിളിക്കാൻ വരും. അപ്പോൾ അങ്ങനെ ക്ലാസിക്കൽ ഇഷ്ടം പോലെ കച്ചേരികൾ കേട്ടിട്ടുണ്ട്. ഈ ക്ലാസിക്കലെ സംബന്ധിച്ചോളം ഈ പഠിത്തത്തിനേക്കാളും കേൾവി ജ്ഞാനം എന്ന് പറയും, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കൃഷ്ണസ്വാമി സാറിൻ്റെ ക്ലാസ്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, ക്ലാസിക്കൽ ഞാൻ പറയാം, പിന്നെ കമലാ കൈലാസനാഥൻ, പിന്നെ ഇവരൊക്കെ ചേർത്തല ഗോപാൽ നായർ സാറ്, ഇവരുടെയൊക്കെ ക്ലാസിക്കൽ പാഠങ്ങളാണ് ഞാൻ അനവധി അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൃഷ്ണസ്വാമി സാറിനെ എൻ്റെ അച്ഛൻ നല്ലവണ്ണം അറിയാം, കണ്ടു പറഞ്ഞു, മോളെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും പഠിപ്പിക്കാമല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ 8th സ്റ്റാൻഡേർഡ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ശങ്കരാഭരണ രാഗം കുറച്ച് പാടാമോ ചോദിച്ചു. അപ്പോൾ ഭയങ്കര പേടിയാണ് പാടാൻ സാറിൻ്റെ മുമ്പിലൊക്കെ. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് പാടി, തെറ്റാതെ പാടിയത് എനിക്ക് നല്ല ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ട് ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, അതിനകത്ത് ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്, എങ്ങനെ അതിൻ്റെ ഇതിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വലിയ ഇതല്ലെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ തെറ്റാതെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ അനുസരിച്ച് എനിക്ക് പാടാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. ഇത് ഈ വീണ്ടും അച്ഛനെ നമസ്കരിക്കുന്നു, അതായത് ആ അച്ഛൻ അത്രയും ആ കേൾവി ജ്ഞാനം എന്നിൽ വളർത്തിയതും അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ഇങ്ങനെ ഉണ്ടാക്കിയതും ഒക്കെ അച്ഛൻ്റെ ഒരു ഇതാണ്. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ സ്വാതിരുന്നാൾ സംഗീത സഭയിൽ കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു വരും വീട്ടിൽ. വരുന്ന വഴിക്ക് എന്നെ പിന്നെ പഠിപ്പിച്ച മാവേലിക്കര പ്രഭാകരവർമ്മ സാറ്, ഇപ്പോഴത്തെ വളരെ സീനിയർ വയലിനിസ്റ്റായ ഈശ്വരവർമ്മ സാറ്, പിന്നെ ഒരു ഉമാമഹേശ്വരൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കച്ചേരിയുടെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു അദ്ദേഹം ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഇതിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും പാടിയ ഐറ്റം എന്തൊക്കെയാണ്, എങ്ങനെയാണ് പാടുന്നത്. അപ്പോൾ വർമ്മ സാർ എനിക്ക് രാഗം പാടുന്ന രീതി, അതിൽ ഇങ്ങനെയൊക്കെ പാടുന്ന ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആസ്പെക്ട്സ് ആണ്, ഇതൊക്കെ പറയും. എന്നിട്ട് മാത്രമല്ല എൻ്റെ അച്ഛൻ എന്നെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡയറിയുമായിട്ട് വരുന്ന കുട്ടിയെന്നാണ്. അപ്പോൾ സ്ഥിരം എൻ്റെ കയ്യിൽ ഡയറി കാണും.
സാഹിത്യമല്ല. പിന്നെ അത് സ്റ്റേജിൽ നിന്ന് സാഹിത്യമൊന്നും എഴുതിയെടുക്കാൻ എനിക്ക് പറ്റില്ല. അതല്ല, ആരാ പാടുന്നത്, വയലിൻ ആരാ, മൃദംഗം ആരാണ്, പിന്നെ എന്തൊക്കെ കീർത്തനങ്ങളാണ്, നമ്പർ 1 വെച്ചിട്ട്, പിന്നെ ഇന്ന കീർത്തനം, രാഗം, താളം, കമ്പോസർ. അപ്പോൾ എന്തെങ്കിലും രാഗത്തിനെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്കാരോട് ഞാൻ അറിയുന്നവരോട് ചോദിച്ചാൽ ഇത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഓരോ കച്ചേരിക്ക് ഓരോ കോമ്പിനേഷനുണ്ട്. അതായത് താളം വൈസ് കോമ്പിനേഷൻ വേണം, എല്ലാം ഒരേ താളത്തിൽ ആവാൻ പാടില്ല. രാഗങ്ങൾ ശുദ്ധ മധ്യമരാഗം, പ്രതിമധ്യമരാഗം, സാധാരണ ഗാന്ധാരം വരണം, അന്തരഗാന്ധാരം വരണം, താള വ്യത്യാസം വരണം, എങ്കിലേ അതിന് ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജനകീയത, അതാണ് അതിനൊരു ഒരു നല്ലൊരു ഹെൽത്തി പ്രോഗ്രഷൻ അത് മെയിൻറ്റെയിൻ ചെയ്താലേ കച്ചേരി വിജയമാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുതിലേ കേട്ട് ലാസ്റ്റ് ഐറ്റം ഇന്ന ഐറ്റംസൊക്കെ പാടാം, ബിഗിനിങ്ങിൻ്റെത്, മിഡിൽ പോർഷൻ ഓഫ് ദ കോർ ഓഫ് ദ കോൺസേർട്ട് എന്തായിരിക്കണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കേട്ട് നമുക്കൊരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഇന്ന് BA MA പഠിക്കുന്ന, ഇപ്പോൾ വേണമെങ്കിൽ MA എന്നൂടെ പറയാം, പഠിക്കുന്ന കുട്ടികളോട് തനിച്ച് മനോധർമ്മമായിട്ടൊരു രാഗം പാടാൻ പറഞ്ഞാൽ അവർ വിഷമിക്കും ഇരുന്ന്. അപ്പോൾ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് കേൾവിജ്ഞാനമില്ല. ആരാ ഇപ്പോൾ കച്ചേരി കേൾക്കാൻ പോകുന്നത്? മാത്രമല്ല നമുക്കിഷ്ടമാതിരി യൂട്യൂബിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അത് ആരും മെനക്കെട്ടിരുന്ന് കേൾക്കാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരുള്ളൂ. ഒരു പക്ഷേ അത് ഈ കാലത്തിന്റെ ഒരു മാറ്റം കൂടെ ആയിരിക്കുമല്ലോ. ഈ അവരിപ്പം കർണാട്ടിക് മാത്രമല്ല കേൾക്കുന്നത്, കൊറിയൻ സംഗീതമൊക്കെയാണ് പുതിയ തലമുറ കേൾക്കുന്നത്. അതെ അതെ, അതിന്റെ ഒരു അവരുടെ ഒരു ടേസ്റ്റിൽ വന്നൊരു വ്യത്യാസം കൂടെ അതിനെ ബാധിച്ചിട്ടുണ്ടാവും. അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കോറായിട്ട് കർണാട്ടിക് മ്യൂസിക് പെർഫോമേഴ്സ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി പെർഫോമേഴ്സ് ആണെങ്കിൽ ഇതൊന്നും നമ്മൾ പറയാതെ തന്നെ അവരവരുടെ വഴിക്ക് വന്നോളും. പക്ഷേ മ്യൂസിക് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു എക്സാം പാസ്സായി, അത് ടീച്ചറിന്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഒരു അക്ഷരത കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ കേൾവിജ്ഞാനം കൊണ്ട് ഇതിന്റെ രാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റില്ലല്ലോ. പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇത് വേണം എങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക് എടുത്ത് പഠിക്കുന്ന BA MA മ്യൂസിക് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മിനിമം വേണമല്ലോ. തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും വേണം. എല്ലാം പോട്ടെ, ഇനിയിപ്പോൾ ഏത് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്ത മീൻസ് മ്യൂസിക്കിൻ്റെ ഏത് ജോണറിൽ വർക്ക് ചെയ്താൽ പോലും ഒന്നിൽ നല്ല ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു അറിവ് അത് പ്രയോഗിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്തെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് നന്നായിട്ട് പഠിച്ചിരുന്നാൽ അതിൻ്റെ ഉപയോഗം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തീരില്ല. എന്ന് വെച്ചാൽ ഒരു മ്യൂസിക് എന്തെങ്കിലും നൊട്ടേഷൻ എഴുതിയാൽ നമുക്ക് എളുപ്പം ആ നോട്ട് ഇപ്പോൾ ഒരു ഫിലിം സോങ് ഞാൻ പാടുകയാണെങ്കിലും അതിൻ്റെ ബിഗിനിങ് ലൈൻ ഇന്ന മായാണോ നീയാണോ ദായാണോ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സംശയമുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും. ഇപ്പോൾ ഈ കഴിവ് വേണമെങ്കിൽ നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. വെറുതെ ട്യൂൺ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംപ്രൊവൈസേഷൻ, എന്തെങ്കിലും ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള സാധനം തന്നിട്ട് അവിടെ കുറച്ചത് ഇംപ്രൊവൈസ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് സ്വരങ്ങൾ അതിൽ പാടുമെന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല. നമുക്ക് അത് അറിയുന്നത് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കൊരു റെഫറൻസ് പറയാൻ പറ്റും. രാഘുവിലിൻ രാഗസദസ്സിൽ ഞാൻ പാടിയല്ലോ, MG രാധാകൃഷ്ണൻ. അതെ, അത് തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷൺമുഖപ്രിയ എന്നുള്ള രാഗം എനിക്കറിയാം, അതിൻ്റെ സ്വരങ്ങൾ അറിയാൻ പറ്റും, അത് രാഗത്തിൻ്റെ ഇതെങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ക്ലാസിക്കൽ ഒരു ഇത് ബേസ് ഉണ്ടെന്നുള്ള ഒരു ഇതാണ് അദ്ദേഹം എനിക്ക് തരാൻ കാരണം. പിന്നെ നല്ല റേഞ്ച് വേണം, അങ്ങനെ ആ റേഞ്ചും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അതിൽ പറയുന്നവരെ എന്നെ ഞാനാക്കും ഗാനം. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, അയ്യോ അത് ഭയങ്കര പ്രയാസമായിരുന്നില്ലേ സ്വരം, അത് മുകളിൽ അങ്ങനെ പാടാനും, പ്രത്യേകിച്ച് സ്വരത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കത് പ്രയാസമില്ല. ഇപ്പോൾ വെറും ഇന്ന സ്വരങ്ങൾ എഴുതുമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എഴുതും, ആ രാഗത്തിലേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ എത്ര ജ്ഞാനമുള്ള കുട്ടികളാണ്, നല്ല വോയിസ് നല്ല ജ്ഞാനമൊക്കെ കാണും, പക്ഷേ ഈ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ടെങ്കിൽ അതുവരെ അവർക്കൊരു ആഡഡ് പിന്നെ ഇതാണ്, ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർക്കുള്ളത്. അതിന് അത്ര കടുത്ത പരിശീലനം വേണം. കാര്യം തുരുതുരാന്നാണല്ലോ സ്വരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, പിന്നെ ചുരുട്ടി വളച്ച് ഓടിച്ച് അത് നമ്മുടെ വോക്കൽ ട്രെയിനിങ്ങിന്റെ ഒരു ഇതാണ്. തീർച്ചയായിട്ടും വോക്കൽ ട്രെയിനിങ് കൊണ്ട് മാത്രം അത് സാധ്യമാകുന്നു എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ വിചാരിക്കുന്നില്ല. ഉള്ളിൽ ഈ വളരെ സ്വാഭാവികമായി ജെന്യുവനായിട്ട് നമുക്കുള്ള സംഗീതമാണ്, അത് തന്നെയാണ് അതിനകത്ത്. അതിൻ്റെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗോഡ് ഫാദർ തന്നെയാണ്. അയ്യോ, ഞാൻ എപ്പോഴും പറയും, ശരിക്കും കേരളത്തിൽ ഇത്ര ജ്ഞാനസ്ഥനായിട്ടുള്ള ഒരാളെ എനിക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ
ലൈറ്റാണെങ്കിൽ ലൈറ്റ്, ക്ലാസിക്കലാണെങ്കിൽ ക്ലാസിക്കൽ, താളത്തിൻ്റെ ഒരു പിടിപ്പാണ്. ഈ എത്ര പൂക്കാലത്തിൻ്റെ സാഹിത്യം അനുസരിച്ചിട്ടാണ് അദ്ദേഹം തബലയിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഈ തബല വായിക്കുന്നവർ ഗാനമേളയ്ക്ക് വായിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ആ ചൊല്ല് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇതുപോലെ വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ചാരുവിനൊക്കെ അറിയാം, അല്ലെങ്കിൽ ചാരുവിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അവർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ അങ്ങനെ വന്നാലേ എത്ര പൂക്കാലമിനി എത്ര മധുമാസമത്തിൽ, ഈ ഒരു പാറ്റേണിലാണ് അതിനകത്ത് തബല ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അത്ര ജ്ഞാനസ്ഥനായതുകൊണ്ടാണ്. അപ്പോൾ ഈ പാട്ട് എന്നോട് പാടാൻ പറഞ്ഞ് തരങ്കണി സ്റ്റുഡിയോയിൽ പോയി രമേശ് നായർ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ. അപ്പോൾ ഒരുമിച്ചിരുന്ന് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഒരുമിച്ചാണ് ഒരുമിച്ച് റെക്കോർഡ് ചെയ്തു. പിന്നെ അവനവൻ്റെ പോർഷൻസ് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യും. പിന്നെ നമുക്ക് ഇത് സ്ഥലത്ത് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആയാലും പിന്നെ വോയിസ് ആയാലും അത് കഴിഞ്ഞിട്ട് അത് ഒരുമിച്ച് ഒന്നൊന്നായിട്ട് പല ട്രാക്കുകളുണ്ടല്ലോ, ഒന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ഏറ്റവും രസം എന്ന് വെച്ചാൽ അന്ന് ഈ റെക്കോർഡിങ്ങിന് പോയപ്പോൾ എന്നെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു. പത്മേച്ചിയും കൂടെ വന്ന് അങ്ങനെ വളരെ ഇതായിട്ട് വിളിച്ച് എൻ്റെ അമ്മയും കൂടെ വന്ന് അങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ സമയമൊക്കെ എനിക്ക് വെപ്രാളം, ദൈവമേ ലേറ്റ് ആവരുതല്ലോ. പകലായിരുന്നു, രാത്രിയല്ല. അപ്പോൾ ആക്ച്വലി ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡും മൊത്തം ഫാമിലിയൊക്കെ ഫുള്ള് സപ്പോർട്ടായതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും ഒന്നും നോക്കണ്ട, ഫുള്ളി ഇൻവോൾവായിട്ട് പാടാം. അന്ന് അങ്ങനെയല്ല, പാട്ടിനേക്കാളും എപ്പോഴാണോ അല്ലേ മണി ഇങ്ങനെ നോക്കും, ലേറ്റാവുന്നതിൽ അപ്പോൾ എങ്ങനെയെങ്കിലും പാടണം, വീട്ടിൽ പോകണം, അങ്ങനെയുള്ളൊരിതാണ്. എന്ന് വെച്ചാൽ വളരെ സങ്കല്പിക്കാൻ പറ്റും. കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പാടും, അത് കഴിഞ്ഞ ഉടനെ മണി നോക്കും. ഈ പിന്നെ നവംബറിൻ്റെ നഷ്ടം അത് അവസാനം, എന്തൊരു കോമ്പോസിഷനാണ്. അതെ അത് അന്ന് ഉച്ചയ്ക്ക് റിഹേഴ്സൽ തുടങ്ങി. അപ്പം അപ്പോഴൊന്നും അച്ഛൻ വരേണ്ട ആവശ്യമില്ല, എന്നെ വിളിക്കാൻ വന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചിത്രടച്ചനുണ്ട്, കൂടെ ഉണ്ട്, എല്ലാം എനിക്കറിയാം. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ അപ്പം വെച്ച് ചില ഇതിനൊക്കെ ട്യൂൺ ചെയ്യുകയാണേ. അപ്പോൾ സമയം എടുക്കും, ഇതിന് ചുമ്മാ പെട്ടെന്ന് പോകുന്ന ഒന്നുമില്ലല്ലോ കമ്പോസിങ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ മ്യൂസിക് അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്ത് ഒരുപാട് ലേറ്റായി. അപ്പോൾ അച്ഛൻ വന്ന് പിന്നെ കൺസോളിലിരുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ വന്ന് കാണും, ദൈവമേ എന്താണോ എന്ന്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പെട്ടെന്ന് മുഖമൊക്കെ ചുമന്ന് വല്ലാതെ ഇതായിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ ഇതിൽ കയറി രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിട്ട്, ഞാൻ ചേട്ടനാണ് വിളിക്കാറ് കേട്ടോ, വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് പാട്. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ചേട്ടാ അച്ഛൻ വന്നു എന്ന് ചോദിച്ചോളൂ. നീ അതൊന്നും നോക്കണ്ട, നീ വേഗം പാടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ പാടി. പിന്നെയാണ് അറിഞ്ഞത് അച്ഛൻ വന്ന് നല്ല ഇത്ര ലേറ്റായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായി. ദേവി മോളെ ഇനി ഇതിനൊന്നും വിളിച്ചു പോരെന്നാണ് പറഞ്ഞത്. എന്തൊരു വലിയ നഷ്ടമാണ്. മറ്റൊരു വശത്ത് ക്ലാസിക്കൽ മ്യൂസിക് ടീച്ചർ സജീവമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് എനിക്ക് ഏറ്റവും രസം, രാധാകൃഷ്ണേട്ടൻ പോലും അച്ഛനെ പറ്റി ഒന്നും പറയില്ല കേട്ടോ. എന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നത് ഒരു അച്ഛന് മോളെ പറ്റിയുള്ള കൺസേൺ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ ഒക്കെ ഉള്ള ഒരിതിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ റേഡിയോ സ്റ്റേഷനിൽ ആർട്ടിസ്റ്റായിരുന്നു, ക്ലാസിക്കൽ ബി-ഹൈ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അച്ഛൻ പാടും, അച്ഛന് വലിയ റെസ്പെക്റ്റാണ് രാജേട്ടന്. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റ് അറിയാം. അതുകൊണ്ട് പല പ്രാവശ്യവും എന്നെ അച്ഛൻ അറിയാതെ വരാൻ പറഞ്ഞു, നീ വരണം, പത്മജയും വരും, നീ വന്ന് ഈ പാട്ടൊന്ന് പാടിയിട്ട് പോകും. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും പറയൂ മോൾ ഈ പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ അച്ഛനറിയാതെ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് എൻ്റെ ഒരു മോറൽ ഫീലിങ്ങിന്. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു വിധി. അപ്പോൾ ഞാനിതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സമയം അത് ഇതിനെ ഫോറായിട്ട് ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചേട്ടാ അപ്പോൾ ദയവ് ചെയ്ത് എന്തെങ്കിലും വരികയാണ് എന്നോട് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് കാരണം പറയണ്ട, കുഴപ്പമില്ല എന്ന് പറയും ഞാൻ. അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞു ഒരു റെഫറൻസ് നടത്തുന്ന സമയത്ത് ഞാനങ്ങനെ കേട്ടപ്പോൾ ടീച്ചറിനോട് എനിക്കത് ചോദിക്കാമോ, ചോദിച്ചാൽ ടീച്ചർ എന്ത് പറയും എന്നൊരു ആശയം. അല്ല, ഇത് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അതിനകത്തൊരു സങ്കടമോ നഷ്ടമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം പാട്ടുകളെ അത്ര സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ഒരു എത്രയോ പാട്ടുകൾ ടീച്ചർ പാടേണ്ടതായിരുന്നു എന്നുള്ള ഒരു സങ്കടം എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ, വൈശാലി, ധനം, ഇതൊക്കെ എന്നെ അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ അറിഞ്ഞു. ചിലത് അതായിരിക്കും അറിയില്ല. അയ്യോ പിന്നെ
ആദ്യത്തെ രജനി പറയൂ എന്നാണ് ഞാൻ ആദ്യം പാടിയത് കേട്ടോ, ഞാനേകനാണ്. അതും റെക്കോർഡിങ് ലേറ്റായി. പിന്നെ ചേട്ടൻ പറഞ്ഞു, രാധാകൃഷ്ണേട്ടൻ തന്നെ പറഞ്ഞു, ഒന്നുകൂടെ വന്ന് ഫ്രഷ് രാത്രി ഒരുപാട് ലേറ്റായി, അപ്പോൾ വോയിസ് മാത്രം ഒന്നുകൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ചിത്ര പാടിയത്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ടീച്ചർ, എനിക്കൊരു ഇത്തിരി ദേഷ്യം എനിക്ക് അരുന്ധ ടീച്ചറിൻ്റെ ഫാദറിനോടുണ്ടായി. പക്ഷെ അത് മാറി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് മകളെ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ മനസ്സിലാകുമ്പോൾ എൻ്റെ സങ്കടം. തീർച്ചയായിട്ടും. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഓരോരുത്തർക്കേ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ പോയാൽ അത് സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് ഒരിക്കലും പോകാൻ എനിക്ക് ഒരു താല്പര്യവും. അപ്പോൾ അവർക്ക് പിന്നത്തെ ഒരു ഇതിൽ വിഷമം ഉണ്ടാവാനും, അവർ നല്ലതാണല്ലോ ആലോചിക്കുന്നത്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. പക്ഷേ നമുക്കിതിലൊരു ആഗ്രഹമുണ്ട്, അത് പറ്റുന്നില്ല. ആയിക്കോട്ടെ, അത് ദൈവഹിത അതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ഈ സ്വാതി ഇരുന്നാൾ പിന്നെ ഫിലിമിൽ പാടാൻ പോയതും അത് ഞാൻ പാടിയല്ലോ, അത് സുമസായിക പാടി. പിന്നെ എന്താണ് അലർച്ചര പരിതാപം, ഓമനത്തിങ്ങൾ കിടാവ്, അതൊക്കെ. അതിന് നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് MBA സാറ് പിന്നെ അമൃത ഹോട്ടൽ വന്ന് പിന്നെ സാറിനോട് ഇങ്ങനെ ചോദിച്ചു, പിന്നെ ഇവിടെ ക്ലാസിക്കൽ പാടുന്ന നല്ല റേഞ്ചുള്ള വോയിസും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം വാസുദേവൻ സാറ് പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട്, അപ്പോൾ സാറ് ഒന്ന് കേൾക്കണം ആ വോയിസ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാസറ്റിൽ ഒരു ഭജൻ, ക്ലാസിക്കൽ, ലൈറ്റ് ഇതെല്ലാം പാടി ടേപ്പ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള ഒരു ഫിലിം ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ചെന്നൈയിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. അങ്ങനെ അത് ഭംഗിയായിട്ടത് നടന്നു. ഈ അരികിലോ അകലെയോ എന്നുള്ള കമ്പോസിഷൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ കോമൺ ഫാക്ടറായിട്ട് വരും. തീർച്ചയായും. ഈ അരികിലോ അകലെയോ എന്നുള്ള പാട്ട്, എത്ര പൂക്കാലം, ഇവിടെ ടീച്ചർ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ദേവാസുരത്തിൻ്റെ 150-ാം ദിവസമാണ് അതിൻ്റെ ഒരു ഫലകമാണ് ഇരിക്കുന്നത്. അതിലെ മേടപ്പൊന്നണിയും സ്വപ്നമാലിനി തീരത്ത്, അങ്ങനെ എത്രയോ എണ്ണം. അത് പക്ഷേ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ അല്ല, രാഘവമാഷിൻ്റെ ആണ്. ഈ പിന്നെ മാരേജ് കഴിഞ്ഞുള്ള, എനിക്ക് സ്വപ്നമാല ഏത് ഇയറിലെന്ന് എനിക്ക് ഓർമ്മയില്ല, മാരേജ് കഴിഞ്ഞിട്ടുള്ള. എനിവേ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതിന് എനിക്ക് പ്രശ്നമേ ഇല്ല. 89 88 എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷമുള്ള ഒന്നിനും എനിക്ക് പ്രശ്നമില്ല. അതാണ്. അതുകൊണ്ടാണ് ഈ അതിനുശേഷം പിന്നെ കുറേ പാട്ടുകൾ വരാൻ. അതെ. രവീന്ദ്രൻ മാസ്റ്റർ ദേശീയ അവാർഡ് കിട്ടിയ രചനയാണത്. ഗെയം ഹരിനാമധേയാണ്. അത് മഴ രവീന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള. അന്ന് ഞാനിപ്പോൾ പിന്നെ മദ്രാസിലന്ന് താമസം, അത് ഏത് ഇയറാണ് ഞാൻ ഓർക്കുന്നില്ല. 93 ഞാൻ 95 ഞാൻ ചെന്നൈയിൽ പോയി. അപ്പോൾ അതിന് ശേഷമാണോ എന്ന് എനിക്കൊരു ഓർമ്മ, അങ്ങനെ ഒരു സംശയമുണ്ട്. അതാകുമ്പോൾ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മാഷെ വിളിച്ചിട്ടാണ് പോയി പാട്ടൊക്കെ പഠിച്ചത്. പിന്നെ പാടി, നല്ല ക്ലാസിക്കലാണ്. പക്ഷേ മാഷിന് അറിയാം ക്ലാസിക്കൽ എനിക്ക് പറ്റും എന്നുള്ള കാര്യവും. അപ്പോൾ ചില സോങ്സിന് ക്ലാസിക്കൽ ഒരു ഇതും വേണം, അങ്ങനത്തെ ഒരു ഇതും വേണം, റേഞ്ചും വേണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിളിച്ചു. അതിന് മുമ്പ് ഞാൻ ആയിരപ്പറയിൽ മാഷിൻ്റെ പാടിയിട്ടുണ്ട്, യാത്രയായി എന്നുള്ളത്. അതെ, പിന്നെ അതല്ലാതെ മാഷിൻ്റെ 1-2 പിന്നെ CD-യിലൊക്കെ ഓണം മറ്റേ ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട്. ഓണം ആൽബത്തിൽ. അതല്ലാതെ മ്യൂസിക്കൽ ഫീച്ചർ പോലെ മാഷ് ചെന്നൈയിൽ ഇങ്ങനെ ചെയ്തിരുന്നു. ഒരുപാട് വർക്കുകളിൽ പാടിയിട്ടുണ്ട്. പല ഭാഷകളിലൊക്കെ മാഷിൻ്റെ ചിലതിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അറിയാം. ഇപ്പോൾ ഈ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന കാലത്ത് സാധാരണ മനുഷ്യർ പാട്ടുകളെ വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ അവർ ഈ പലപ്പോഴും നമ്മുടെ ഈ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയും പോലെ ജോൺസൺ, രവീന്ദ്രൻ എന്നൊരു 2 ടീം അങ്ങനെ എന്നിട്ട് രണ്ടുപേരുടെയും പ്രത്യേകത, ഇവരിലാരാണ് ബെറ്റർ എന്നൊക്കെ ചോദിക്കും. തമ്മിലുള്ള ഡിസ്കഷൻസ് ആണ്. അപ്പം ഈ രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾക്ക് ഒരു ജനകീയത വരുന്നതിനൊരു കാരണമായിട്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതിൽ മറ്റാരും കാണാത്ത എന്തോ ഒരു ഭാവത്തിൻ്റെ മന്ത്രം പുള്ളി അതിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് ദേശീയ അവാർഡ് കിട്ടിയ പാട്ടും കൂടെയാണ്, കച്ചേരിക്ക് ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ പാട്ടും കൂടെയാണ്. മാഷിൻ്റെ ഒരു കമ്പോസർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ ഭയങ്കര ഒരു എക്സോസ്റ്റീവ് ഇമാജിനേഷനാണ് മാഷിൻ്റെ. നമ്മൾ ഒരാളെയും കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കമ്പയർ ചെയ്യാൻ പാടാതെ ജോൺസൺ മാഷ് വേറൊരു ജോണറിൽ, വേറൊരു സ്റ്റൈലിൽ ജോൺസൺ മാഷ് ഒരു പൈനിയറാണ്.
ഇദ്ദേഹം വേറൊരു, അപ്പോൾ ഒരാളും എം ജി രാധാകൃഷ്ണൻ വേറൊരു ഇതാണ്. അപ്പോൾ നമ്മളാരെയും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതാണ് യുണീക്നെസ്. എല്ലാവർക്കും ഈശ്വരൻ ഓരോ യുണീക്ക് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഷിൻ്റെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ജൈജാൻറ്റിക് ഒരു ഇമാജിനേഷനാണ്. മാഷ് എത്ര വയലിൻസ്, എന്തൊക്കെ ഇൻസ്ട്രുമെൻസാണ് യൂസ് ചെയ്യുന്നത്, മാഷ് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും. പിന്നെ ഋതത്തിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയൊക്കെ. മാഷിന് നല്ല ഒരു ഇമാജിനേഷനും നല്ലൊരു ക്രിയേറ്റിവിറ്റിയുമാണ്. ഇപ്പോൾ മാഷ് പാട്ടിങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരും, പിന്നെ പറയും മോളെ പിന്നെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചേർത്തോളാൻ പറയും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പോൾ മാഷ അങ്ങനെ ഓക്കെ എന്ന് പറയും. വളരെ സമാധാനമായിട്ട്, വളരെ എന്താ പറയുക, എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠന്മാരും ഒരു ഫീലിംഗ്, വളരെ കംഫർട്ടബിളായിട്ടാണ് മാഷിൻ്റെ പെരുമാറ്റവും പറഞ്ഞു തരുന്നതും റെക്കോർഡിങ്ങും ഒക്കെ. പിന്നെ ഈ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും രസം, ആരുടെയും തലയിൽ ഉദിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക ഫീച്ചേഴ്സൊക്കെ മാഷിൻ്റെ ഇതിലുണ്ട്. ചില പാട്ടിൻ്റെ ഇടയിൽ ഗണപതി നിങ്ങൾക്ക് അറിയായിരിക്കും, ഹംസധ്വനി ഇതിൽ വരുന്ന എന്തെങ്കിലും. പിന്നെ ഞാനിപ്പോഴും ഇതിൽ പറഞ്ഞു, മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, അതിനകത്ത് കണി കാണുന്ന നേരം. അപ്പോൾ ഇങ്ങനത്തെ ഒരു തല മാഷിനല്ലാതെ വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ ഓർക്കസ്ട്രേഷനൊക്കെ, അത് വയലിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കുറേ ഹ്യൂജ് വയലിൻസാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും മാഷിൻ്റെ ആകാരം, മാഷ് നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളല്ലേ, മാഷിൻ്റെ ആകാരം പോലത്തെയാണ് മാഷിൻ്റെ മ്യൂസിക് എന്ന് വെച്ചാൽ അത്ര ഗംഭീരം. അതായത് ഈസൈനസ് അബ്ദുള്ള, ഇങ്ങനത്തെ ഓരോ പടങ്ങൾ നമ്മൾ കമലദളം പറഞ്ഞാൽ തീരില്ല. എല്ലാത്തിനും എന്ത് ഡിഫറൻ്റാണ്, എന്ത് ഹെവിയാണ്, എന്ത് റിച്ചാണ് ആ മ്യൂസിക് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയല്ല, ഈ രവീന്ദ്രൻ മാസ്റ്ററുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പല പാട്ടുകളും മറ്റു പലരും പാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടില്ല ഇത് എനിക്ക് പാടാൻ കിട്ടിയിരുന്നെങ്കിൽ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യമേ എൻ്റെ തന്നെ മനസ്സിൽ എനിക്ക് ഫിലിം ഫീൽഡ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു അടഞ്ഞു മനസ്സങ്ങനെ ഒരു അടഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് അതിൻ്റെ പുറകിലിരുന്നുണ്ട്. പത്മേച്ചി അവസാനം ഈ അച്ഛൻ്റെ ഇത് കണ്ടിട്ട് പത്മേച്ചി എന്നെ ഇങ്ങനെ ശപിച്ചു, അരുന്ധതിയെ പിന്നെ സിനിമയിൽ തന്നെ പാടിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരാളെ കല്യാണം കഴിക്കുള്ളൂ, നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതുപോലെ ഭവിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡിന് പാട്ടെന്ന് പറഞ്ഞാൽ ഇനി വേറൊന്നും വേണ്ട. പുള്ളി നേരത്തെ തന്നെ ഒന്നിൽ പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഡാൻസർ അങ്ങനെ ഉള്ള ആളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ അനിയനൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും പുള്ളി ഇങ്ങനെ ഇരുന്നു. പക്ഷേ ലവ് മാരേജ് ഒന്നും അല്ല, നേരെ വണ്ണമുള്ള രീതിയിൽ തന്നെയാണ്. അതെ, എൻ്റെ മറ്റേ സ്വാതി ഇരുന്നാളൊക്കെ പാട്ട് അവരുടെ വീടിൻ്റെ അടുത്ത തിയേറ്ററിലൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി ഫോർമലായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, എപ്പോഴും ഓൾവേസ് എ മിസ്ഡ് ബസ് ഈസ് എ മിസ്ഡ് ബസ്. ആ മിസ് ചെയ്തത് കിട്ടില്ല. പിന്നെ ഞാൻ ചെന്നൈയിൽ പോയിട്ട് പിന്നെ ഓരോന്ന് തുടങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ടൂ മച്ച് ഓഫ് അങ്ങനെ ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെ പോയ ശേഷം കുറേ പാട്ടുകൾ പാടി. എന്നാലും അന്നിങ്ങനെ പോയത് മേ ബി അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു ഹോപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. കിട്ടിയത് നന്നായിട്ട് പാടുക, അത് നന്നായിട്ട് വന്നാലായി, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ എനിക്ക് കോളേജിൽ അതും ഇതിൻ്റെ ഒരിതാണ്. ഞാൻ MA പഠിച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് കൊല്ലത്ത് SN വിമൻസ് കോളേജിൽ ജോലിയായി. അപ്പോൾ ജോലി വിടാവുന്ന ജോലിയല്ല ഇതെന്ന് പറഞ്ഞ് കളയാവുന്ന ജോലിയല്ല. അപ്പോൾ ഞാൻ ചെന്നൈയിൽ ലീവ് എടുത്താണ് പോയത്. അത് മാത്രമല്ല PhD ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു അക്കാഡമിക് സൈഡിലും എനിക്കൊരു താല്പര്യം ഉണ്ട്. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ കുറേ മ്യൂസിക് ഫുള്ളി ഇതിൽ എനിക്കൊരു നല്ല സക്സസ്ഫുള്ളായിട്ടൊരു ഫ്യൂച്ചർ കിട്ടുകയാണെങ്കിൽ ഞാൻ ജോലി കളഞ്ഞേനെ. പക്ഷേ അങ്ങനെ ഒരിതും ഉണ്ടായില്ല. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് ഇങ്ങനെ അതിന് PhD ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രീ ഡിഗ്രി ഒക്കെ ഡീലിങ്ക് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് സീനിയോറിറ്റി പോവും, അങ്ങനെയൊക്കെ ഉള്ള ഒരിതായി. അപ്പോൾ PhDയും കഴിഞ്ഞു. പിന്നെ ബെറ്റർ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് മനസ്സോടെ വന്ന് ജോയിൻ ചെയ്യും. പക്ഷേ UGC പേയ്മെൻറ്റൊക്കെ ആയി. പിന്നെ ഒരുപാട് ഞാനത് മനസ്സിൽ ഒരുപാട് ആ സമയത്ത് വിഷമിച്ചു, ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത്. പിന്നെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ വളരെ ബൂസ്റ്റ് ചെയ്ത് എന്നെ പഴയ പോലെ പിടിച്ച് നിർത്തി. അപ്പോൾ എനിക്ക് എന്നാലും എപ്പോഴും ആ പാട്ട് എനിക്കുള്ളത് എനിക്ക് വരുള്ളൂ. അത് ഉള്ളത് ഭംഗിയായിട്ട് പാടാൻ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. നിലനിൽക്കുമല്ലോ. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്കെല്ലാം ഇഷ്ടം കേട്ടോ. എത്ര ബുക്കാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
ഉത്തരത്തിലെ പാട്ടുകൾ വിദ്യാരംഗ മാഷിൻ്റെ മഞ്ഞിൻ വിലോലമാം നിന്നിൽ അസൂയാന്ത ആർന്നെന്തിനോ, പിന്നെ അതിനകത്ത് 2-3 കവിതകളുണ്ട്. സ്നേഹിക്കുന്നു ഈ ലീലാക് പൂക്കളെ എന്ന് പറഞ്ഞിട്ട്, അയ്യോ മാഷ് എങ്ങനെയാണ് അത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, അത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടത്തിൽ ഈ നവംബറിൻ്റെ നഷ്ടത്തിലെ പാട്ട്, അത് നല്ല പാട്ടുമാണ് തീർച്ചയായിട്ടും. അരികിലോ അകലെ, അയ്യോ നല്ലൊരു പാട്ടാണ്. പിന്നെ 2 വരിയെങ്കിലും ഒന്ന് മൂളി കേട്ടാൽ, എനിക്ക് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, എങ്കിൽ പോലും ഒരു 2 വരി മൂളി കേട്ടാൽ ഞാൻ ആഗ്രഹിക്കുക. നോക്കാം. ഒരുപാട് ശിഷ്യരുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സിനിമയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഇപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭാവനയായിട്ട് കാണാം. പലരുമായിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ ടീച്ചറിന് ഈ ഭൈരവി രാഗത്തോട് വലിയ താല്പര്യമാണ് എന്നിങ്ങനെ കേട്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടീച്ചർ കൂടുതൽ സിനിമയിൽ പാടിയിരിക്കുന്ന ചാരുകേശി രാഗത്തിലെ പാട്ടുകളാണ്. അതൊക്കെ യാദൃശ്ചികമായി വരുന്നതായിരിക്കാം. പക്ഷേ ഈ ഭൈരവി രാഗത്തോട് ടീച്ചറിന് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുണ്ടോ? എനിക്ക് ഭൈരവി, ബേഗട, പൂർവ്വി കല്യാണി ഈ രാഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നെ പ്രഭാകർമ്മ സാറ് ഭൈരവി രാഗത്തിൽ ബാലഗോപാല എന്ന് പറഞ്ഞൊരു കൃതി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഭൈരവി രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊത്തം ഗമകയുക്തമാണ്. അത് പിന്നെ ഈ ക്ലാസിക്കൽ ഇതിലുള്ളവർക്ക് പറഞ്ഞാൽ അറിയാം, ചില രാഗങ്ങളിൽ ചില സ്വരങ്ങളിൽ മാത്രമേ ഗമകം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഗമകം എന്ന് പറഞ്ഞാൽ ഒരു രാഗത്തിൽ നിന്ന് വേറെ രാഗത്തിലുള്ളൊരു കണക്ഷൻ, അത് നമ്മൾ പാടുമ്പം ഞാൻ പാടി കാണിച്ചു തരാം, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ. പക്ഷേ ഈ രാഗത്തിലെ എല്ലാ സ്വരങ്ങൾക്കും ഗമകം യൂസ് ചെയ്ത് പാടാവുന്ന രാഗമാണ്. അപ്പോൾ അത്രയും ഗമകങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും ഭാവം അതിനകത്തുണ്ട്. അതിന് വളരെ നല്ല സ്കോപ്പുള്ള രാഗമാണ്. പിന്നെ ഒരു ഭയങ്കര ഭാവമാണ് അതിനകത്ത്, ഭക്തിഭാവം, ഒരു പ്ലീഡിങ് ആയിട്ടുള്ളത്, പല ഭാവങ്ങളും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ വിസ്തരിച്ച് ആസ്വദിച്ച് പാടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പല കച്ചേരികളിലും ഈ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലോ അല്ല അതുമായിട്ടുള്ളതിനൊക്കെ ഞാൻ ഈ ബാലഗോപാല റേഡിയോയിലും പാടിയിട്ടുണ്ട്. ആ കീർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പാടിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ. കേട്ടത് വെറുതെ അല്ല, എവിടെ നിന്നൊക്കെയോ എന്തോന്നൊക്കെയോ ഒപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ വരാൻ പറ്റില്ലല്ലോ. ഞാൻ വന്നിരുന്ന് ടീച്ചറോട് മണ്ടത്തരം ചോദിച്ചാൽ ടീച്ചർ വിചാരിക്കത്തില്ല ഇവൻ പോയി കഴിയുമ്പോൾ എന്തിനു വന്നതാണെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേ വരാൻ പറ്റും. പോയൊരു കാലഘട്ടം 82 തൊട്ട് ഇങ്ങോട്ട് ഇത്രയും വർഷങ്ങൾ നമ്മുടെ ഒരു അസസ്മെൻറ്റിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ഭാഗത്ത് ചിത്രമുണ്ട്, പിന്നീട് സുജാത, അങ്ങനെ പല ഗായകരും ഒക്കെ ഉണ്ട്. അതുപോലെ മെയിൽ സിംഗേഴ്സും ഉണ്ട്. യേശുദാസിന് ഒപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റു പലരും, എന്താണ് ജയചന്ദ്രനെ പോലുള്ള ആൾക്കാർ, എം ജി ശ്രീകുമാർ, പിന്നെ ജി വേണുഗോപാൽ, ഇവരെ എല്ലാവരും സമാന്തരമായിട്ട് പോവുകയും എല്ലാവരും ഈ പറഞ്ഞ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മറ്റുള്ള ഗായകരുമായിട്ടുള്ള എങ്ങനെയാണ് ആ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ഈ പാട്ടുകളൊക്കെ പാടാൻ പോകുമ്പോൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും? അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. സുജാതയുമായിട്ടാണെങ്കിലും ചിത്രയുമായിട്ടാണെങ്കിലും. ചിത്ര എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. ചിത്രയുടെ ചേച്ചി ബീന എന്നെക്കാളും സീനിയർ, ഞാൻ ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഗ്രൂപ്പ് മ്യൂസിക്കിനൊക്കെ പോകുമായിരുന്നു, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതും. ചിത്ര എനിക്ക് എപ്പോഴും പണ്ട് തൊട്ടേ എൻ്റെ ഒരു അനിയത്തി പോലെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ സുജാതയാണെങ്കിലും വളരെ അടുപ്പമാണ്. ഇപ്പോൾ പിന്നെ കുട്ടികളും കൂടെ ചെന്നൈയിലായതുകൊണ്ടും അവരുടെ ഫാമിലിയുമായിട്ടും വളരെ അടുപ്പം ആയതുകൊണ്ടും അതാണ്. പിന്നെ ദാസേട്ടൻ ആയിരപ്പറ ആ സമയത്ത് ഞങ്ങൾ ദാസേട്ടനും കൂടെ ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന് ആ സ്റ്റുഡിയോയിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാണാനും കുറച്ച് ഉപദേശങ്ങളല്ല വർത്തമാനം പറയാനും ഒക്കെ അങ്ങനെ സമയം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് കേൾക്കാനും അങ്ങനെയൊക്കെ. ജയേട്ടൻ്റെ കൂടെ ഞാൻ ഗാനമേള പാടിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഗാനമേള പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ചന്ദനക്കുട, ഇത് പള്ളിയുടെ സംബന്ധിച്ചുള്ള ഇതാണെന്ന് തോന്നുന്നു. എല്ലാവരുമായിട്ട് നല്ല നല്ല അടുപ്പമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മലയാളത്തിൽ നല്ല പാട്ടുകൾ, നല്ല സാഹിത്യമുള്ള പാട്ടുകൾ ഇതൊക്കെ വരുന്നുണ്ടോ? എന്താ ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം? കാര്യം ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ ഈ സുവർണ കാലം എന്നൊക്കെ 80-നെ പറയുന്നതിന് കാരണമായിട്ട് പല നിരൂപകരും പറയുന്നത് ഈ പറഞ്ഞതുപോലെ റെക്കോർഡിംഗ് ക്വാളിറ്റിയൊക്കെ മാറി, പഴമയുടെ രീതികളിൽ നിന്ന് ഭാഷയൊക്കെ ഒരു ഫിൽട്രേഷൻ സംഭവിച്ച് ജനകീയ സംഗീതം ചലച്ചിത്രത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ 80-കൾ തൊട്ട് ഇങ്ങോട്ടുള്ളത്. 2000 വരെയൊക്കെ നിന്നു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെയൊക്കെ വരവോടെ പല ഭാഷാ ഗാനങ്ങളും ഒക്കെ വന്നു. ഇപ്പോൾ ടീച്ചർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു നിലവാരം, അതിൻ്റെ ഒരു നിലനിൽക്കാനുള്ള സാധ്യത? ആക്ച്വലി പിന്നെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ വെറും ഒരു ഫിലിം മ്യൂസിക്കിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ളത് കാരണം ഏറ്റവും രസം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത് അവർക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ
ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പുണ്ട്. അത് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. പണ്ട് എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി ഒരു ഫിലിമിൽ പാടിയാലേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ, എങ്കിലേ നമുക്ക് ശ്രദ്ധ കിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. ആക്ച്വലി ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കേട്ടിട്ട് ഫിലിം ഫീൽഡിൽ തന്നെ അവരെ പിന്നെ സ്വീകരിക്കുന്ന പല ഒക്കേഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഇതാണ്. പിന്നെ പാട്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് പണ്ടത്തെ കുടുംബ കഥകൾ, പണ്ടത്തെ സ്റ്റോറീസ്, പണ്ടത്തെ ഒരു കണ്ടൻറ്റ്, ലൈഫ് സ്റ്റൈലേ മാറിയില്ലേ, ഇന്നത്തെ ലൈഫ് സ്റ്റൈലേ മാറി. അപ്പോൾ ഇന്ന് പഴയമായൊരു കാര്യം ചിത്രീകരിച്ചാലോ അങ്ങനെ വന്നാലോ അത് കാണാൻ ആളുണ്ടാവില്ല. എന്ന് വെച്ചാൽ അതൊരു സാങ്കത്യമില്ല. തീർച്ചയായിട്ടും. അതായത് ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ച് ഉള്ള ഒരിതായിരിക്കണം. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ പാടുന്ന പാട്ട്, ഇന്നത്തെ കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈല്, അങ്ങനെയെല്ലാം നമ്മൾ കാണുന്നല്ലോ. അപ്പോൾ അതിന് റെസൊണേറ്റ് ചെയ്തക്കോണം ഉള്ള ഫിലിം സോങ്സും ഒന്നും ഇല്ലെങ്കിലും ശരിയാവില്ല, അത് മിസ്മാച്ചിങ് ആയിരിക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഇത് നമ്മളങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും റിയാലിറ്റി ഷോസിൽ നമ്മുടെ ഒരു കാലിബർ, അതിൻ്റെ ഒരു അത് തെളിയിക്കണമെങ്കിൽ ആ ടൈപ്പ് സോങ്സ് പാടിയാലേ പറ്റുള്ളൂ. എന്ത് റൗണ്ട് വയ്ക്കുമ്പോഴും ഇത് വേറൊരു സൈഡ്. പക്ഷേ നമ്മുടെ കാലിബർ പുറത്ത് അറിയണമെന്നുണ്ടെങ്കിൽ അത് പാടിയാലേ പറ്റുള്ളൂ. സെമി ക്ലാസിക്കൽ, അതായത് സെമി ക്ലാസിക്കൽ, ഫാസ്റ്റ് ആണെങ്കിൽ പ്യുവർലി ആ ടൈപ്പ്. അങ്ങനെ വോയിസിൻ്റെ എന്തൊക്കെയോ ജിമിക്സൊക്കെ ഇപ്പോൾ വോയിസ് ഇങ്ങനെ കൊടുത്ത് പാടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് പ്യുവറാണെങ്കിൽ അത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു കാലിബറിൻ്റെ പിന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സോങ്സാണ്. അത് എപ്പോഴും നമ്മളത് ക്വാളിഫൈഡ് ആയിരിക്കണം. അതായത് ടീച്ചർ അങ്ങനെ പറയുമ്പോഴും പുതിയ തലമുറയിലെ സംഗീത സംവിധായകർ, കഴിഞ്ഞ തലമുറയിലെ സംഗീത സംവിധായകർ ചെയ്ത ഈ സ്വരങ്ങളും ഒക്കെയുള്ള സെമി ക്ലാസിക്കൽസ് ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ റിയാലിറ്റി ഷോസിലൊക്കെ അവരുടെ ബ്രില്യൻസ് പ്രൂവ് ചെയ്യുന്നത്. ഇനിയൊരു കുട്ടികൾ, ഈ പാടുന്ന കുട്ടികൾ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ ഏതെങ്കിലും പാട്ടെടുത്ത് ചെയ്യാവുന്ന തരത്തിൽ മികച്ച സംഗീത സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയും കൂടെ അങ്ങനെ ഉണ്ടാവാൻ വേണമെങ്കിൽ. പക്ഷേ അന്ന് ഇതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ മാറുമോ നമുക്കറിയില്ലല്ലോ. ഈ റിയാലിറ്റി ഷോസിൻ്റെയും ഒക്കെ പണ്ട് വെറും പാട്ട് മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പെർഫോം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഗാനമേളകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ മാറി. അപ്പോൾ ഇനി അങ്ങനത്തെ ക്രൈറ്റീരിയ മാറുമോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നോക്കൂ, പണ്ട് പിന്നെ ഉള്ള ആൾക്കാർ പാടിയ ഒരുപാട് പാട്ടുകൾ, സുശീലാമ്മയൊക്കെ, ജാനകിയമ്മ ഒക്കെ പാടിയ ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അതും കുട്ടികൾ പാടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബാക്കാണ്. നമുക്കിതൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. ഈ നമുക്കിഷ്ടം പോലെ പഴയ സോങ്സൊക്കെ അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു റൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റുരയ്ക്കാനുള്ള ചാൻസ് ഉണ്ടാകാം തീർച്ചയായിട്ടും. എല്ലാം നിലനിൽക്കട്ടെ അല്ലേ? എല്ലാം നിലനിൽക്കണം, എല്ലാം നിലനിൽക്കണം. ഇന്നത്തെ പാട്ടിലും ചിലതൊക്കെ നല്ല ഒരു മെലഡി ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ചില കമ്പോസേഴ്സിൻ്റെയൊക്കെ വളരെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പം എത്ര മുക്കാലെന്നൊക്കെ പറയുമ്പോൾ ഒരു ഡാൻസ് സിറ്റുവേഷൻ ഒരു ചാലഞ്ചാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഓരോ പിന്നെ ഫിലിമിൻ്റെയും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ ഒരു പാട്ടിന് 100 സീനറിയാണ് കാണിക്കുന്നത്, ഡാൻസ്, അത് ഇത് പല പല ഇതാണ്, സീക്വൻസസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ രീതിക്കുള്ളത് അതുപോലെ ചെയ്യണം. പക്ഷേ ഇതും നിലനിൽക്കും എന്നുള്ളതാണ്. ഈ കവറുകൾ ചെയ്യുന്നതിനെ പറ്റി ചെറിയ അഭിപ്രായം എന്താ? കാര്യം പലരും സംഗീത സംവിധായകരും നേരിട്ട് തന്നെ ഇതിപ്പോൾ പറയുകയാണ്. ഓൾറെഡി ദേവരായ മാസ്റ്ററെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ രവീന്ദ്ര മാസ്റ്ററെ പോലുള്ള ആൾക്കാർ, ജോൺസൺ മാസ്റ്ററെ പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് പിന്നെയും നീട്ടലും കുറുക്കലും അതിഭാവികത്വവും ഒക്കെ വരുത്തിയിട്ടാണല്ലോ ഈ പറഞ്ഞ കവറുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം പൊതുവെ കേൾക്കുന്നുണ്ട്. ടീച്ചറിന് എന്താ തോന്നുന്നത്? എൻ്റെ മകനും പാടിയിട്ടുണ്ട് കവർ സോങ്സൊക്കെ ഒരുപാട്. അതല്ല, എനിക്ക് 2 കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. പഴയ ഫിലിം സോങ്സൊക്കെ, അതായത് പഴയ ദാസേട്ടൻ, സുശീലാമ്മ, ജാനകിയമ്മ, അതായത് പിന്നെ ഒരു കൊച്ചു സ്വപ്നത്തിൻ, പിന്നെ സുശീലാമ്മയുടെ പാട്ടുകൾ കുറേ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേറെ ആൾക്കാർ പാടി, അതേ ഓർക്കസ്ട്രേഷൻ ഇതെല്ലാം വെച്ചിട്ട് വേറെ ആൾക്കാർ പാടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തലമുറ കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒറിജിനൽ സോങ് നമുക്ക് ആരാ പാടിയത്, എങ്ങനെയിരുന്നു,
എന്നുള്ളതൊന്നും അറിയില്ല. പിന്നത്തെ ആൾക്കാർ പാടിയതേ നമ്മൾ കേൾക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊല്ലത്ത് SN വിമൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിങ്ങനെ ട്രെയിനിൽ വരുമ്പോഴത്തേക്കും ചിലവരിങ്ങനെ CDs എല്ലാം കുറേ ഫിലിം സോങ്സുള്ള CDs ട്രെയിനിലിങ്ങനെ വിൽക്കാൻ കൊണ്ടുവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരെണ്ണം വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ ഒരു ഗാനമേളയ്ക്ക് ഞാൻ സൂര്യകാന്തി പാടിയത് എൻ്റെ അതിൽ എനിക്ക് സങ്കടം വന്നു. സത്യം സന്തോഷമല്ല വന്നത്. ദൈവമേ, ഇത് ഞാൻ പാടിയത് വേറെ കാര്യം. പക്ഷേ ഒറിജിനൽ സൂര്യകാന്തി പോകരുതല്ലോ കുറച്ച് കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ജാനകി അമ്മയുടെ ഒരു വോയിസ് അതിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അതുപോലെയാണ് പാടുന്നത്. അതൊന്നുമല്ല, അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്. അത്ര ഓവർ ടോൺസൊക്കെ ഉണ്ട് അവരുടെ വോയിസിൽ. സുശീലാമ്മ പാടുകയാണെങ്കിലും ഇത് എനിക്ക് വലിയൊരു കൺസേൺ ആയിട്ടുണ്ട്, എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താണ് ആ ഒരു ഇതിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്. പിന്നെ എക്സ്പീരിയൻസ് കൂട്ടി പറയാനുള്ള അടുത്തിടയ്ക്ക് ഒരാളുണ്ട് പറഞ്ഞത് മറ്റേ ദേവദൂതർ പാടി എന്നുള്ള കേസോട് സിനിമയിലെ പാട്ടാണെന്ന്. അതെ അതെ അതെ, ഇത് ഏത് സിനിമയിലെ പാട്ടാണത്? അതെ അതെ, കവറിനെ പറ്റി. പക്ഷേ ഈ കവർ ചെയ്യുന്നവർ പലരും അതേ ഓർക്കസ്ട്രേഷനൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അവർ പിന്നെ വേറെ സിമ്പിളായിട്ടുള്ള ഇത് വെച്ചിട്ടും പിന്നെ അവരുടെ ഒരു എന്താണ് ക്രിയേറ്റിവിറ്റിയും കൂടെ ചേർത്തിട്ടാണ് അവർ കവർ സോങ്സ് പാടുന്നത്. അപ്പോൾ ഇത് കവറാണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും നമുക്കത് അറിയാൻ പറ്റും. അവർ അതുമല്ല, അത് ഒരു ട്രാൻസ്പെറൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. കവർ സോങ്ങാണ്, ഇതിൻ്റെ ഒറിജിനൽ കമ്പോസർ, ലിറിസിസ്റ്റ്, പാടിയവർ, ഇതെല്ലാം ഇതാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒറിജിനാലിറ്റിയെ അത് ടച്ച് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒറിജിനൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഇതങ്ങനെയല്ല. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ കഴിയുമ്പോൾ ഒറിജിനൽ നമ്മൾ അന്വേഷിച്ചാൽ ഈ സോങ് കിട്ടും, പക്ഷേ പാടിയത് വേറെ ആൾക്കാരാണ്. അതിനേക്കാളും ഇതിനാണ് കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റിയും വൈഡ് സർക്കുലേഷനും ഉള്ളത്. അപ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഒറിജിനലായിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇങ്ങനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ളത് കാരണം അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. മറ്റേത് ഇവരുടെ ആണെന്നുള്ളത് ഇൻഡിപെൻഡൻ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് പിന്നെ കമ്പോസേഴ്സിന് ചിലപ്പം ഡയറക്ടേഴ്സിന് താല്പര്യക്കുറവുണ്ടായിരിക്കാം. മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിഷമം ഉണ്ടാകും. അത് അവരെ സംബന്ധിച്ച് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് പാടുന്നവർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റിവിറ്റിക്ക് നല്ല സെൻസ് വേണം. അതായത് ചുമ്മാ എന്തെങ്കിലും സംഗതികൾ അതിനൊക്കെ ഒരു പാകം ഇത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഇത്രയും ചെറിയ വേരിയേഷനെ വരുത്താൻ പാടുള്ളൂ. അങ്ങനെ ഒരു ബോധം ഉള്ളവർ പാടിയാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷേ അതില്ലാത്തവരും കവർ സോങ് ഇറക്കുമ്പോൾ ആ സോങ്ങിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫ്ലേവറേ മാറിപ്പോവും. അപ്പോൾ അവിടെയൊക്കെയാണ് ദുഃഖം വരുന്നത്. വളരെ കൗതുകത്തോടെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ആരാണ് ടീച്ചറിൻ്റെ ഇഷ്ട ഗായിക? അയ്യോ, അതെന്ത് കൗതുകത്തോടെ ആണെങ്കിലും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ യുണീക്നെസ് ഉണ്ട്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്, ഇത് നല്ലത് അത് നല്ലത് അങ്ങനെയല്ല. ആ വോയിസിൽ ആ പാട്ട് കേൾക്കുമ്പോൾ അത് എന്തൊരു മനോഹരമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ വേറെ കോൺട്രവേഴ്സി ഉണ്ടാകാതിരിക്കാനൊന്നുമല്ല പറയുന്നത്. ഇത് എൻ്റെ ജെനുവിനായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എല്ലാ വോയിസിനും അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പാട്ടിനെ മൊത്തം ഞാൻ സന്തോഷിക്കുന്നു അത് കേട്ടിട്ട്. ആര് പാടിയാലും എന്ത് ഇതാണെങ്കിലും ഞാനത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് എല്ലാ വോയിസും ഇഷ്ടമാണ്, സംശയമേ ഇല്ല. സംശയം വേണ്ട. അതായത് ഞാൻ ഇപ്പോൾ പറയാം, ലതാ മങ്കേഷ്കറിൻ്റെ വോയിസ് എങ്ങനെ, ആഹാ, ആശാ ഭോസ്ലെയുടെ മോശമാണോ? അവരുടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അതെന്തൊരു ഇതാണ്. ജാനകി അമ്മയുടെ, സുശീലാമ്മ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? രണ്ടിൻ്റെ ക്വാളിറ്റി രണ്ട് ഇതല്ലേ. അപ്പോൾ SPB സാറിൻ്റെ അതിന് മുമ്പുള്ളവരുടെ ഇവരൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് തന്നെയാണ്, അതായിട്ട് കേൾക്കണം. ഞാനങ്ങനെയാണ് ട്രെയിൻഡായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാം ഒരു ഈശ്വരൻ്റെ ഒരു ഇത്, അത്രേ ഞാൻ കാണുന്നുള്ളൂ. കച്ചേരികൾ പാടുമ്പോൾ അതെങ്ങനെയാണ് ആസ്വദിച്ച് പാടുക? കാര്യം ഒരുപാട് പേര് പുതുതായിട്ട് ലേഡീസ് അങ്ങനെ അധികം, എനിക്ക് എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, കച്ചേരിയിലേക്ക് വന്ന് കാണുന്നില്ല. ഇഷ്ടം പോലെ ലേഡീസ് ഉണ്ട്. നമ്മൾ കച്ചേരിയുടെ ഒരു ഫുൾ സിനേറിയോ കാണണമെങ്കിൽ നമ്മൾ ചെന്നൈ മ്യൂസിക് അക്കാഡമി അല്ലെങ്കിൽ ചെന്നൈയിലെ സഭകളിലൊക്കെ നോക്കണം. അയ്യോ, ഇപ്പോൾ കുട്ടികളൊക്കെ അസാധ്യമായിട്ടാണ് പാടുന്നത്. 19-20 വയസ്സുള്ള
കുട്ടികളൊക്കെ ഗംഭീരമായിട്ട് ഒരു ഹൈലി ഇൻ്റലക്ച്വൽ ടെക്നിക്കൽ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലെ സാധാരണഗതിയിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളൊക്കെയാണ് അതെ ഇവിടുത്തെ അടുത്ത കാലത്തായിട്ട് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ ഈ മറ്റു പല പാർട്ടി ടൈപ്പ് സംഗതികളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതെ ഈ കച്ചേരികളധികം കേരളത്തിന്റെ ഈ പറഞ്ഞ ക്ഷേത്ര പരിസരങ്ങളിൽ അതിനെ സാംസ്കാരിക പരിസരങ്ങളായിട്ടാണല്ലോ കൂട്ടുന്നത്. നാടകവും കഥാപ്രസംഗവും സംഗീതവും എല്ലാം വളർന്ന അവിടങ്ങളിലൊക്കെ തന്നെയാണ്. തീർച്ചയായും ക്ഷേത്രം മാത്രമല്ല മറ്റ് നടത്തുന്നവരെ ഞാൻ അധികം കച്ചേരികൾ അങ്ങനെ പുതിയ തലമുറയിലെ കുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെ വന്ന് കണ്ടതായിട്ട് ഞാൻ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അത് ഒന്ന് ഈ കോവിഡിന് ശേഷം പ്രോഗ്രാംസ് ഒരുപാട് കുറഞ്ഞു. പിന്നെ ഇപ്പോൾ പതുക്കെയൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ലീഡിങ് ആയിട്ട് കേരളത്തിൽ കുറച്ച് പേരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ നോക്കിയിട്ട് ഈ അപ്കമ്മിങ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അപ്പോൾ അവർ സ്വമേധയായിട്ട് പല സ്റ്റേജിലും ഞങ്ങൾ പാടാമെന്ന് പറഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി. അപ്പോൾ സംഘാടകർക്ക് ഇതുപോലെ സൗകര്യം വേറെ എന്താ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ നല്ലൊരു ലീഡിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ചിലവല്ലേ, അതില്ല. എന്ന് വെച്ചാൽ മൊത്തം ആ ഉത്സവം 10 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ അതുമാതിരി റിട്ടയേർഡ് ലേഡീസ്, ഒരുപാട് ലേഡീസിൻ്റെ കൂട്ടം, അവർ തിരുവാതിരക്കളി, ഒരുപാട് തിരുവാതിര ഗ്രൂപ്പുകളുണ്ട്, ഭജന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള എല്ലാവരും അവർ തന്നെ അങ്ങോട്ട് ലീഡ് ചെയ്ത് അവർ ചെയ്തോളാം എന്ന് പറയും. അവർ ഓർക്കസ്ട്രയ്ക്കുള്ളത് അവർ കൊടുത്തോളാം. അവർക്കൊന്ന് പെർഫോം ചെയ്യാനൊരു വേദി. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ, അപ്പോൾ ഇവിടെ പെർഫോം ചെയ്യും, കുറേ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, അത് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊരു പേരും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെനുവിനായിട്ടുള്ള അങ്ങനെ കച്ചേരി നല്ല ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വെപ്പിക്കണമെന്നോ അത് കേൾക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഇത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടെ പാട്ടുകാരില്ലാഞ്ഞിട്ടല്ല, ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൊരു ട്രെൻഡ് അങ്ങനെയാണ്. പിന്നെ മ്യൂസിക്കൽ ഫെസ്റ്റിവൽസ്, ചെന്നൈയിലെ മാതിരിയുള്ള അത്രയും ഫെസ്റ്റിവൽസില്ല, അങ്ങനെയൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല ആൾക്കാരൊക്കെ പാടുന്നുണ്ട്. കേരളത്തിൽ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ചെന്നൈയിൽ നിന്നൊക്കെ ആർട്ടിസ്റ്റിനെ വിളിച്ചാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. ഈ കാലത്തിൻ്റെ ഈ മാറ്റത്തിനനുസരിച്ച് ഈ സ്റ്റേജുകളെ മറ്റു പലതും റീപ്ലേസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കച്ചേരിക്കാരൊക്കെ അറിയാതെ തന്നെ പുറത്തായി പോവുകയാണെന്നാണ്. തീർച്ചയായിട്ടും അത് വളരെ വിഷമമുള്ള ഒന്നാണ്. എന്തായാലും ടീച്ചറെ, ഈ ഓണത്തിന് ഇത്ര നേരം സംസാരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാനെപ്പോഴും വിചാരിക്കുക നമ്മളൊക്കെ ഒരു കുറച്ച് മുമ്പത്തെ ജനറേഷനിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ചോദിച്ചാലും നിങ്ങളുടെ പാട്ടുകളാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ശരിയാ നമ്മളെക്കാൾ പുതിയ കുട്ടികൾ പഴയ പാട്ടുകളാണ് കേൾക്കുന്നത്. ശരിയാ. നിങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളിത് പറഞ്ഞാലും നമുക്ക് തിരിച്ചും ഇതൊക്കെ തന്നെയല്ലേ പറയും. പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ ചോദിച്ചു, അപ്പോൾ നമുക്കും പറയാൻ താല്പര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും കിട്ടിയപ്പോൾ ഓണക്കാലത്ത് കിട്ടിയതിൽ എനിക്ക് അതിലപ്പുറം നല്ലൊരു ഓണം. അതായത് എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അതുപോലെ എനിക്കും അങ്ങനത്തെ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് സന്തോഷം. ശരിയായ ഓണം. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ സന്തോഷവും സമൃദ്ധിയും ഉള്ളത് അതെന്തായാലും ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.